പാലക്കാടിന്റെ അതിർത്തിയിൽ കാറ്റും വയലുകളും നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത് ഗൗരി. അവൾക്ക് കാറ്റിനോടൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. കാറ്റെല്ലാം കൊണ്ടുപോകും, പക്ഷെ ചില ഓർമ്മകൾ തിരികെ കൊണ്ടുവരും എന്നവൾ പറയുമായിരുന്നു. ഗൗരി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നതിലും അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിലും അവൾ സന്തോഷം കണ്ടെത്തി. പക്ഷെ അവരുടെ സ്വന്തം ജീവിതം ശാന്തമായിരുന്നു. കൂടുതൽ ആരുമായും ബന്ധപ്പെടാത്ത ഒറ്റപ്പെട്ടൊരു ലോകം. ഒരു ദിവസം സ്കൂളിലൊരു പുതിയ സ്പോർട്സ് കോച്ച് എത്തി, അനീഷ്. അവൻ വളരെ ഉത്സാഹമുള്ള, എല്ലായ്പ്പോഴും ചിരിച്ചു നിൽക്കുന്ന ഒരാൾ. ആദ്യ ദിവസം തന്നെ കുട്ടികളോടൊപ്പം കളിക്കുന്ന അവനെ കണ്ടപ്പോൾ ഗൗരിക്കൊരു വ്യത്യസ്തമായ സന്തോഷം തോന്നി. നിങ്ങൾ ഇത്ര സീരിയസായി എന്തിനാണ്? അനീഷ് ഒരിക്കൽ ചോദിച്ചു. ജീവിതം അത്ര ലളിതമല്ല, ഗൗരി മറുപടി നൽകി. അവൻ ചിരിച്ചു. അത് ലളിതമാക്കാൻ നമ്മൾ തന്നെയല്ലേ? ആ വാക്കുകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ അനീഷ് അവളെ പല കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി. സ്കൂൾ പരിപാടികൾ, കുട്ടികളോടൊപ്പം കളികൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഗൗരി പതിയെ മാറി. അവളുടെ ചിരി വീണ്ടും തിരികെ വന്നു. ഒരു ദിവസം ശക്തമായ കാറ്റുള്ളൊരു വൈകുന്നേരം അവർ വയലിലൂടെ നടന്നു. കാറ്റ് ശക്തമായി വീശി, മരങ്ങൾ ചലിച്ചു, ആകാശം മേഘങ്ങളാൽ നിറഞ്ഞു. നിനക്ക് കാറ്റിഷ്ടമാണെന്ന് കേട്ടു, അനീഷ് പറഞ്ഞു. അതെ, കാരണം അതെല്ലാം പറഞ്ഞുപോകും, ഗൗരി മറുപടി നൽകി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ എന്റെ ഹൃദയവും അത് നിനക്ക് പറയട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഗൗരിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. കാറ്റ് ശക്തമായി വീശി അവളുടെ മുഖം വീണു. ഞാനും, അവൾ മൃദുവായി പറഞ്ഞു. ആ നിമിഷം കാറ്റ് അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. പക്ഷെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അനീഷിനൊരു വലിയ അവസരം ലഭിച്ചു, മറ്റൊരു നഗരത്തിൽ. എനിക്ക് പോകണം. ഗൗരിയുടെ ഹൃദയം വേദനിച്ചു. നീ തിരിച്ചുവരുമോ? അവൻ അവളുടെ കൈ പിടിച്ചു. കാറ്റെവിടെ പോയാലും അത് വീണ്ടും തിരിച്ചുവരും. അവൻ പോയി. ദിവസങ്ങൾ കടന്നു. ഗൗരി വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. പക്ഷെ ഇപ്പോൾ അവൾ ഒറ്റപ്പെട്ടവളായിരുന്നില്ല. അവളുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു ദിവസം അതേ വയലിലൂടെ കാറ്റ് ശക്തമായി വീശുമ്പോൾ അവൾക്ക് പരിചിതമായൊരു ശബ്ദം കേട്ടു. കാറ്റെന്നെ തിരിച്ചുകൊണ്ടുവന്നു. അവൾ തിരിഞ്ഞു നോക്കി. അനീഷ്. കണ്ണു നിറഞ്ഞ അവൾ അവന്റെ അടുക്കൽ ഓടി. നീ തിരിച്ചുവന്നു, അവൻ ചിരിച്ചു. കാറ്റ് വീണ്ടും വീശി. പക്ഷെ ഇപ്പോൾ അത് ഒറ്റപ്പെട്ടതല്ല, അത് പ്രണയത്തിന്റെ സന്ദേശം കൊണ്ടുവന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ദൈർഘ്യമേറിയ ട്രെയിൻ യാത്ര. ജനലിനരികിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നവളായിരുന്നു അമൃത. മഴത്തുള്ളികൾ ജനലിൽ പതിക്കുമ്പോൾ അവൾക്കത് ജീവിതത്തിന്റെ ചെറിയ കഥകൾ പോലെ തോന്നി, വന്നും പോയും ചെയ്യുന്ന ഓർമ്മകൾ. അവളൊരു എഴുത്തുകാരിയായിരുന്നു. പക്ഷെ അവളുടെ സ്വന്തം കഥയിലൊരു ശൂന്യതയുണ്ടായിരുന്നു. അവൾ ഒരിക്കൽ സ്നേഹിച്ച ഒരാളെ നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം അവൾ തന്റെ വികാരങ്ങളെല്ലാം എഴുത്തിൽ ഒതുക്കിവെച്ചു. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഒരു യുവാവ് അവളുടെ കൂപ്പയിൽ കയറി. നിഖിൽ. അവനൊരു ട്രാവൽ ബ്ലോഗറായിരുന്നു. അവന്റെ കണ്ണുകളിൽ ആവേശവും ജീവിതത്തോടുള്ളൊരു പ്രത്യേക സ്നേഹവുമുണ്ടായിരുന്നു. ഈ സീറ്റ് ഒഴിവാണോ? അവൻ ചോദിച്ചു. അമൃത ചെറുതായി തലകുനിച്ചു. ട്രെയിൻ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചു സമയം അവർ തമ്മിൽ നിശബ്ദതയായിരുന്നു. പക്ഷെ ഒരു ശക്തമായ മഴ തുടങ്ങിയപ്പോൾ നിഖിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു. മഴ എപ്പോഴും പുതിയ കഥകൾ തുടങ്ങുമല്ലേ? അമൃത അവനെ നോക്കി. ചിലപ്പോൾ അത് പഴയ കഥകൾ ഓർമ്മിപ്പിക്കും. ആ മറുപടി അവരുടെ ആദ്യ സംഭാഷണമായി. മണിക്കൂറുകൾ കടന്നു. അവർ സംസാരിച്ചു. ജീവിതത്തെക്കുറിച്ച്, യാത്രകളെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച്. അമൃത തന്റെ പഴയ പ്രണയം പറഞ്ഞു. നിഖിൽ ശാന്തമായി കേട്ടു. നീ വീണ്ടും എഴുതണം, പക്ഷെ ഇത്തവണ ഒരു പുതിയ കഥ, അവൻ പറഞ്ഞു. അവളുടെ മനസ്സിൽ എന്തോ മാറ്റമുണ്ടായി. ട്രെയിൻ യാത്ര അവസാനിക്കാനടുത്തപ്പോൾ അവർക്ക് ഒരുമിച്ച് വേർപിരിയേണ്ടി വരുമെന്ന് മനസ്സിലായി. ഇതൊരുപാട് നല്ലൊരു യാത്രയായിരുന്നു, നിഖിൽ പറഞ്ഞു. അമൃത ചിരിച്ചു. അതെ, ഒരു കഥ പോലെ. ട്രെയിൻ അവസാന സ്റ്റേഷനിലെത്തി. അവർ ഇറങ്ങി. തിരക്കിനിടയിൽ അവർ തമ്മിൽ വിട പറഞ്ഞു. വീണ്ടും കാണാമോ? അവൾ ചോദിച്ചു. നിഖിൽ ചിരിച്ചു. ജീവിതം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിക്കും. അവൻ പോയി. ദിവസങ്ങൾ കടന്നു. അമൃത തന്റെ എഴുത്തിലേക്ക് തിരിച്ചു. എന്നാൽ ഇത്തവണ അവളുടെ കഥകൾ മാറി. അവൾ വീണ്ടും പ്രണയം എഴുതാൻ തുടങ്ങി, പ്രതീക്ഷയോടെ. ഒരു ദിവസം അവളുടെ പുതിയ പുസ്തകത്തിന്റെ ലോഞ്ചിൽ ഒരു യുവാവ് മുന്നിൽ നിന്നു. ഈ കഥ എനിക്കറിയാവുന്നൊരാളുടെ കഥ പോലെ. അമൃതയുടെ ഹൃദയം വേഗം കൂട്ടി. അവൾ നോക്കി. നിഖിൽ. നീ? ഞാൻ പറഞ്ഞില്ലേ,
ജീവിതം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിക്കും, അവൻ ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അപ്പോൾ ഈ കഥയ്ക്ക് ഇനിയൊരു പുതിയ തുടക്കമുണ്ടല്ലോ. അതെ, ഇത്തവണ നമ്മൾ ഒരുമിച്ചെഴുതാം, അവൻ പറഞ്ഞു. മഴ വീണ്ടും പെയ്തു. പക്ഷെ ഇപ്പോൾ അതൊരവസാനമല്ല, ഒരു പുതിയ കഥയുടെ തുടക്കമായിരുന്നു.